പള്ളിയുടെയും മദ്രസയുടെയും കമ്മിറ്റിയാവുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആലയുടെ ദീനിൽ സേവനം ചെയ്യാൻ ഒരു അവസരം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പള്ളി കമ്മിറ്റിയായി എന്നതുകൊണ്ട്, മദ്രസയുടെ ഭാരവാഹിയായി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ദീനീ സ്ഥാപനത്തിൻ്റെ സംഘടനയുടെ പ്രവർത്തകനായി എന്നതുകൊണ്ട് നമുക്ക് ദുനിയാവിൽ എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് കരുതണ്ട. ദുനിയാവിൽ ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. ആഖിറത്തിലെ നേട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ചില കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്, സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഫിനാൻസ് സെക്രട്ടറിയോ വൈസ് പ്രസിഡൻറ്റോ ജോയിൻറ്റ് സെക്രട്ടറിയോ കൺവീനറോ ട്രഷററോ ഇങ്ങനെ ഏതെങ്കിലും തസ്തികയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഭാരവാഹികളിലോ മറ്റോ നിൽക്കുന്ന സമയത്ത് തൻ്റെ കീഴിലുള്ള അധ്യാപകരായ ഉസ്താദുമാരോട് വളരെ മോശമായി പെരുമാറുന്നു. ചില ആളുകളൊക്കെ ബംഗാളികൾ പോലെയാണ് ഉസ്താദുമാരെ കാണാറുള്ളത്. മദ്രസ മുഅല്ലിമുകളെ പ്രത്യേകിച്ച് അവർക്ക് കഴിയാത്ത ഒരുപാട് വർക്കുകൾ കൊടുക്കും. പഠിപ്പിക്കുന്നതിന് പുറമെ ഒരുപാട് വർക്കുകൾ അവർക്ക് കഴിയാത്തത് കൊടുക്കും. എന്നിട്ട് വളരെ ചെറിയ ശമ്പളം കൊടുക്കും. എന്തെങ്കിലും അവർ ആവശ്യപ്പെട്ടാൽ എല്ലാവരും കൂടി ആ ഉസ്താദിനെ ഒറ്റപ്പെടുത്തും. അങ്ങനെ ഉസ്താദിനെ വളരെ മോശമായി സംസാരിക്കും. എന്ത് നന്മ ഉണ്ടെങ്കിലും അത് കമ്മിറ്റിയുടെ ഭാഗത്തേക്ക്, വല്ല പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഉസ്താദിൻ്റെ ഭാഗത്തേക്കുമാക്കി തള്ളും. അങ്ങനെ പരമാവധി ആ ഉസ്താദിനെ ഇൻസൾട്ട് ചെയ്ത് അവഗണിക്കുന്ന അവസ്ഥ പല കമ്മിറ്റിക്കാരുകളിലുമുണ്ട്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ദീന് കൈകാര്യം ചെയ്യുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയും ഉസ്താദുമാർക്ക് വേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി ആവശ്യപ്പെടുന്നതൊക്കെ അല്ലെങ്കിൽ സാഹചര്യമനുസരിച്ച് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എല്ലാം കണ്ടറിയുന്ന ഒരു പറ്റം ഒരുപാട് നല്ല കമ്മിറ്റിക്കാരും ഈ നാട്ടിലുണ്ട്. എന്നാൽ ചില കമ്മിറ്റിക്കാർ അത് വളരെ മോശമായി ഉസ്താദുമാരോട് പെരുമാറുന്നത് കാണാം. ബഹുമാനപ്പെട്ട കമ്മിറ്റിക്കാരോട് ഞാൻ പറയട്ടെ, പള്ളി എന്നുള്ളത്, മദ്രസ എന്നുള്ളത്, ദീനി സംഘടന, പ്രസ്ഥാനം, സ്ഥാപനം എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളുടെ തറവാട് സ്വത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ദീനിൻ്റെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു നിങ്ങളതിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. നല്ല വിചാരണ നന്നായിട്ട് നടക്കും. അത് ഉത്തമ ബോധ്യമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ കൃത്യമായി ക്ലിയറായി ഉപയോഗപ്പെടുത്തണം. അതിന് ഉസ്താദുമാരെ മേത്തേക്ക് കയറി അവരോട് വളരെ മോശമായി പെരുമാറിയാൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു ഗുണവും ആഖിറത്തിൽ ഇതിന് പേര് തരുമെന്ന് പ്രതീക്ഷിക്കണ്ട. നേരെ മറിച്ച് ശിക്ഷയാണ് ഉണ്ടാവുക. ഇന്നമായി അമ്രു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി. വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ദീന് പറയേണ്ടത്, പള്ളിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ആരാണറിയോ? മൻ ആമന ബില്ലാഹി, അള്ളാഹുവിൽ നല്ലതുപോലെ വിശ്വസിക്കുന്നവർ മാത്രമാണ്. അങ്ങനെ ഹസറിട്ടിട്ടാണ് പറയുന്നത്. അഥവാ അത്ര മാത്രമാണ് എന്ന് കണിശമായി അള്ളാഹു പറയാൻ ആഖിറത്തിലും വിശ്വസിക്കുന്നവരാണെന്ന് ശേഷം കാണാം. ഇങ്ങനെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ മാത്രമാണ് പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരാകേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാക്കി പറയുമ്പോൾ, പ്രിയപ്പെട്ട ഭാരവാഹികളെ, കമ്മിറ്റി, മാനേജ്മെൻറ്റ് പ്രവർത്തകന്മാരെ, നിങ്ങൾക്ക് ആഖിറത്തിൽ ഒരു ലാഭം ലഭിക്കാൻ വേണ്ടി ഉതകുന്നൊരു പ്രവൃത്തിയാണിതെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഇൽമ്, അവൻ്റെ ദീന് ഇവിടെ നിലനിൽക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും. അല്ല, നിങ്ങളൊരു ഭൗതികമായിട്ടുള്ളൊരു സ്ഥാനം പോലെ ഇതിനെ കണ്ടാൽ ഇതിന് തീർച്ചയായും നിങ്ങൾ മറുപടി പറയേണ്ടി വരും, വിരൽ കടിക്കേണ്ടി വരും, ആഖിറത്തിൽ തീരാ നഷ്ടമുണ്ടാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്.